ഇറാന്റെ നേവിയെയും വ്യോമസേനയെയും പൂർണ്ണമായി തകർത്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി വിമാനങ്ങൾക്കും കപ്പലുകൾക്കും കേടുപാടുകൾ വരുത്തി. ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷി കുറഞ്ഞതായും ട്രംപ് അവകാശപ്പെട്ടു. The United States military, together with the wonderful Israeli partners, continues to totally demolish the enemy far ahead of schedule and at levels that people have never seen before, actually. We're destroying more of Iran's missiles and drone capability every single hour, knocking them out like nobody thought was possible. Their navy is gone. 24 ships in 3 days. That's a lot of ships. Their anti-aircraft weapons are gone. So they have no air force, they have no air defense. All of their airplanes are gone. Their communications are gone. Missiles are gone, launches are gone, about 60% and 64% respectively. Other than that, they're doing quite well. I said, what's left? But they're tough and they want to fight. And they're calling, they're saying, how do we make a deal? I said, you're being a little bit late. And we want to fight now more than they do. And I'm once again calling on all members of the Iranian Revolutionary Guard, the military and the police to lay down their arms. They're only going to be killed. And now is the time to stand up for the Iranian people and help take back your country. You're going to have a chance after all these years to take back your country. Accept immunity. We'll give you immunity. And we'll be giving you really the right side of history, because that's what it is. So you'll be perfectly safe with total immunity, or you'll face absolutely guaranteed death, and I don't want to see that. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഇറാൻ രംഗത്ത് വന്നു. വേണ്ടി വന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ അവകാശവാദം. ഇതുവരെ പുറത്തെടുക്കാത്ത അത്യാധുനിക ആയുധങ്ങൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു. അതേസമയം കരയുദ്ധം നടത്താനുള്ള ഇറാന്റെ വെല്ലുവിളി ട്രംപ് സ്വീകരിച്ചില്ല. ഇറാൻ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ കരയുദ്ധം നടത്തുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ട്രംപ് NBC ന്യൂസിനോട് പ്രതികരിച്ചു. ഇതിനിടെ US-ഉം ഇസ്രായേലും ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി ഇസ്രായേൽ മിലിറ്ററി ചീഫ് അറിയിച്ചു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, അവകാശവാദങ്ങൾ ഒരുപാടുണ്ട്. നമുക്കറിയാം, അമേരിക്ക പറയുന്നു ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും തകർത്തു, ഇനിയൊന്നും ബാക്കിയില്ല. ഇറാൻ പറയുന്നു ഞങ്ങൾ യുദ്ധം എത്ര സമയം വേണമെങ്കിലും നീണ്ടു നിൽക്കാൻ തയ്യാറാണ്, ആ ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. ഇതിലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? രഞ്ജിത്ത്, ട്രംപിൻ്റെയും അതുപോലെ തന്നെ ഇറാൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗമായിട്ടുള്ള IRGCയുടെയും വാഗ്വാദങ്ങളാണ് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അതായത് ട്രംപ് പറയുന്നത് ഇറാനെ ഏറെക്കുറെ തകർത്തു കഴിഞ്ഞു, അവരുടെ നേവൽ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, അതുകൊണ്ട് തന്നെ ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷി കുറഞ്ഞു വരുന്നതായിട്ട് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ ഗൾഫ് മേഖലയിലും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും ഇറാൻ ഇപ്പോഴും മിസൈൽ വർഷം നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിന് പിന്നാലെ IRGCയുടെ ഒരു പ്രതികരണം വരുന്നത് തങ്ങളുടെ പക്കൽ ഇനിയും പുറത്തെടുക്കാത്ത അത്യാധുനിക ആയുധങ്ങളുണ്ട്, അവ തങ്ങൾ പുറത്തെടുക്കും, ഇനിയും വേണ്ടി വന്നാൽ നാളുകളോളം നീണ്ടു നിൽക്കുന്ന ദീർഘകാല യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണ് എന്നതാണ് IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. മാത്രമല്ല, ഇറാനിയൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതാവായിട്ടുള്ള അലി ലാരിജാനിയും അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് എല്ലാം US-നെ വെല്ലുവിളിച്ചിരുന്നു US കരയുദ്ധത്തിന് തയ്യാറാകണമെന്ന്. എന്നാൽ ഈ ഒരു കാര്യത്തെ പറ്റി ട്രംപിനോട് NBC ന്യൂസ് ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞത് ഇറാനിൽ കരയുദ്ധം നടത്തുന്നത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന നടപടിയാണ്, ഈ കരയുദ്ധം നടത്തുന്നത് കൊണ്ട് കാര്യമില്ല, ഇറാൻ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്, ഈ സമയത്ത് ഇത്തരം ഒരു കരയുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതേസമയം നമ്മൾ മറ്റൊരു വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം കാരണം
US-ന് കനത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ കണക്ക് പ്രകാരം ഈ യുദ്ധം ആദ്യ 100 മണിക്കൂറിൽ മൊത്തത്തിൽ ചെലവാക്കിയത് 34,000 കോടി രൂപയാണ്. അതായത് ഏതാണ്ട് $3 ബില്യൺ മുകളിലാണ് US ഡോളർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന് ആദ്യ 100 മണിക്കൂറിൽ, അതായത് ആദ്യത്തെ ഒരു 4 ദിവസത്തിനകത്ത് മാത്രം US-ന് ചെലവായത്. ഇപ്പോൾ തന്നെ US കോൺഗ്രസിൽ ട്രംപിനെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ US സ്റ്റേറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും അതിനു മുൻപേ സെനറ്റിലുമെല്ലാം ഇത് ട്രംപിനെതിരെ ഈ യുദ്ധം നിർത്താൻ വേണ്ടി വോട്ടെടുപ്പിന് വെച്ചപ്പോൾ ട്രംപ് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നത്. എന്നാൽ ഇത്ര കടുത്ത രീതിയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അത് US-നെ ബാധിക്കുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ ഈ കരയുദ്ധം തുടങ്ങിയാൽ അത് US-ന് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുകയും ഇനി ട്രംപിനെതിരെയുള്ള എതിർപ്പുകൾ അത് കൂടി വരാൻ സാധ്യതയുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ വിമത സ്വരങ്ങൾ ഉയരാനും നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട്. അതിനിടെ ഇസ്രായേൽ ആർമി വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ടെഹ്റാനിലേക്കും ഇറാനിൽ മൊത്തത്തിലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അടുത്ത ഘട്ട ആക്രമണങ്ങൾ അത് ആരംഭിച്ചതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. ടെഹ്റാനിൽ ഇതിനോടകം തന്നെ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകഴിഞ്ഞു. ടെഹ്റാനിലുള്ള ഒരു മിലിറ്ററി അക്കാഡമി തകർത്തതായിട്ട് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെഹ്റാനിൽ തന്നെയുള്ള ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ കെട്ടിടം, സ്പോർട്സ് കോംപ്ലക്സ് തകർത്തതായിട്ടും വിവരമുണ്ട്. ഇത് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്. ഇതിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഒളിമ്പിക്സ് ചാർട്ടറുകൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്തത് എന്നതാണ്. അതായത് ഇപ്പോൾ നിരവധി മിസൈലുകൾ, രാത്രി തന്നെ നിരവധി മിസൈലുകൾ ഇറാനിൽ പതിച്ചതായിട്ട് വിവരങ്ങളുണ്ടായിരുന്നു. ഷിറാസ് നഗരത്തിൽ 2 പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ടെഹ്റാന് സമീപം, അതേസമയം ഇറാൻ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുമുണ്ട്. ടെഹ്റാന് സമീപം 2 മിസൈലുകൾ വെടിവെച്ചിട്ടതായിട്ട് അവരുടെ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സംഘർഷത്തിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സംഘർഷത്തിൽ മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ മുഴുവൻ 200 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ 181 കുട്ടികൾ ഇറാനിലും 7 പേർ ലെബനനിലും 3 കുട്ടികൾ ഇസ്രായേലിലും ഒരു കുട്ടി കുവൈറ്റിലുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. റെഡ് ക്രസന്റിന്റെ ഒരു കണക്ക് പ്രകാരം ഈ യുദ്ധത്തിൽ ഇറാനിൽ മൊത്തം നഷ്ടമായത് 3090 വീടുകളാണ്. അതായത് സിവിലിയൻസിന്റെ 3090 വീടുകൾ നശിച്ചു. 528 ബിസിനസ് സേവന കേന്ദ്രങ്ങൾ തകർന്നു. അതുപോലെ തന്നെ 14 പാരാമെഡിക്കൽ അതുപോലെ തന്നെ ആശുപത്രികളും തകർന്നതായിട്ടും വിവരമുണ്ട്. ഇതെല്ലാം യുദ്ധത്തിന്റെ കനത്ത നാശനഷ്ടങ്ങൾ, അതിന്റെ കെടുതികൾ കൂടിയാണ്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കാര്യങ്ങൾ അത്ര പന്തിയല്ല. അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധികളുണ്ട്. ട്രംപും നിരവധി വിഷയങ്ങളിൽ മറുപടി പറയേണ്ടി വരുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.